ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എമ്പുരാന്റെ വ്യാജ പതിപ്പ് ഇറങ്ങി തമിഴ് സൈറ്റുകളിലാണ് സിനിമ പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഇന്നാണ് ഈ നാട് മുഴുവൻ, ഈ ലോകം മുഴുവൻ എമ്പുരാനെ വരവേറ്റത്. വലിയ ആഘോഷത്തോടു കൂടിയായിരുന്നു എമ്പുരാനെ വരവേറ്റത്. പക്ഷേ ഇപ്പോൾ ഇതാ എമ്പുരാന്റെ വ്യാജ പതിപ്പ് ഇറങ്ങി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, ഏറെ പ്രതീക്ഷയോടെ മലയാള സിനിമാ ലോകത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അത്രയധികം പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം എമ്പുരാന്റെ റിലീസിനെ കാത്തിരുന്നത്. എന്നാൽ അതിപ്പോൾ ചോർന്നിരിക്കുന്നു. ഇതിന്റെ കൃത്യമായ വിശദാംശങ്ങൾ നമ്മുടെ പക്കലുണ്ട്. ഏത് സൈറ്റിൽ ചോർന്നു എന്നതടക്കമുള്ള അതിന്റെ വിവരങ്ങൾ ലഭ്യമാണ്. പക്ഷെ നമ്മൾ അത് പുറത്തുവിടുന്നില്ല. കാരണം ഇത്രയും വലിയ ഒരു സിനിമ മലയാള സിനിമാ ലോകത്തിന് അഭിമാനിക്കേണ്ടായിരുന്ന ഒരു നിമിഷം അത് നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രയധികം ആ സിനിമയോട്, സിനിമാ ലോകത്തിനോട് ഒരു മോശമായ ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതിന്റെ പ്രതിബദ്ധതയെ തകർക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈറ്റിനെ നമ്മൾ പുറത്തുവിടുന്നില്ല. കാരണം ഇതൊരിക്കലും ഇങ്ങനെ ഒരു വ്യാജ പതിപ്പല്ല മലയാളികൾ കാണേണ്ടത്, സിനിമാ ലോകം കാണേണ്ടത്. തീർച്ചയായും തിയേറ്ററിൽ പോയി കാണേണ്ട, അല്ലെങ്കിൽ അങ്ങനെ വിജയിപ്പിക്കേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ അതിന്റെ ഇപ്പോൾ വ്യാജ പതിപ്പുകൾ, ഒരു മണിക്കൂർ മുമ്പാണ് ഈ വ്യാജ പതിപ്പ് ലീക്കായത്. ഒരു തമിഴ് സൈറ്റിൽ, ടെലഗ്രാമിലെ ഒരു തമിഴ് സൈറ്റിലാണ് ഇപ്പോൾ ഈ ചിത്രം ചോർന്നിരിക്കുന്നത്. എന്തായാലും ആ സൈറ്റിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിടാത്തത് ആ സിനിമയോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ട് മാത്രമല്ല, മലയാള സിനിമാ ലോകം മാത്രമല്ല, ലോകമെമ്പാടും ഒരു വലിയ റിലീസ്, ഒരു മലയാള സിനിമയ്ക്ക് എക്കാലത്തും അഭിമാനിക്കേണ്ടിയിരുന്ന ഒരു റിലീസ് ചിത്രം, അതാണ് ഇത്തരത്തിൽ തകർന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈറ്റിനെ നമ്മളിപ്പോൾ പുറത്തുവിടുന്നില്ല. പക്ഷേ ഒരു മണിക്കൂർ മുമ്പ് ചിത്രം ചോർന്നിരിക്കുന്നു. ചിത്രത്തിന്റെ മലയാള പതിപ്പാണ് ഇത്തരത്തിൽ തമിഴ് സൈറ്റുകളിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത്. അതും ഈ ചിത്രം ഇറങ്ങി ആദ്യ ദിവസം തന്നെ ഇത്രയും വലിയ ഒരു ചിത്രത്തിന്റെ പതിപ്പുകൾ, വ്യാജ പതിപ്പുകൾ വ്യാപകമായി ചോർന്നു എന്നത് ഏറ്റവും ഗുരുതരമേറിയ ഒരു വിഷയം തന്നെയാണ്. ഇതിനോടകം തന്നെ അണിയറ പ്രവർത്തകർ പോലീസുമായും അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഭവ്യ, എന്തായാലും നമുക്ക് അറിയാം എമ്പുരാന്റെ റിലീസിനെ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് മലയാള സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് എമ്പുരാൻ. ഇന്നാണ് സിനിമ റിലീസായത്. മണിക്കൂറുകൾക്കകം തന്നെ വ്യാജ പതിപ്പ് ഇറങ്ങിയിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷംനയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷംന, സ്വാഭാവികമായും നിയമ നടപടിയിലേക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെ? ഉടൻ തന്നെ തീർച്ചയായും ഭവ്യ, അണിയറ പ്രവർത്തകർ ഇതിനകം നിയമ നടപടിയിലേക്ക് കടന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ആ സിനിമ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഒരു മലയാള സിനിമ ലോകമെമ്പാടും ഒരു മലയാള സിനിമയെ ഉറ്റുനോക്കുന്നു, ഒരു ചിത്രത്തിന്റെ റിലീസിനെ ഉറ്റുനോക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഹൻലാൽ ചിത്രം, ഏറെ കാലത്തിന് ശേഷം ഒരു മോഹൻലാൽ ചിത്രം, അത് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. റെക്കോർഡ് കണക്കിന് ബുക്കിങ്ങുകളായിരുന്നു. ടിക്കറ്റുകൾ കിട്ടാനില്ല, അടുത്ത ഒരാഴ്ചത്തേക്ക് വരെ ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥ. അത്രയധികം ആവേശത്തിൽ, അത്രയധികം പ്രതീക്ഷയിൽ മലയാളികൾ ഒന്നാകെ കാത്തിരുന്ന ഒരു ചിത്രമാണ് ഇങ്ങനെ വ്യാജ പതിപ്പുകൾ ഇറങ്ങി ആ സിനിമയോടുള്ള, അല്ലെങ്കിൽ സിനിമാ ലോകത്തിനോട് ഒന്നാകെയുള്ള ഒരു പ്രതിബദ്ധത അത് ഇല്ലാതാകുന്നു, നഷ്ടമാകുന്നു എന്നതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തായാലും അണിയറ പ്രവർത്തകർ ഇതിനോടകം തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ അത് വ്യാപകമായി, ഒരു മണിക്കൂർ കൊണ്ട് അത് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കാഴ്ചയാണ് ഭവ്യ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറെ ഞെട്ടലോടുകൂടി അത് ഉണ്ടാകുന്നു. തീർച്ചയായും. എന്നാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ സംവിധായകൻ പൃഥ്വിരാജ് രംഗത്ത് വന്നിട്ട് നമ്മൾ കണ്ടതാണ്. സ്പോയിലറുകളോടും പൈറസിയോടും ഒക്കെ നോ പറയാമെന്ന പോസ്റ്റർ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. സ്വാഭാവികമായും ഉടനടി ഒരു നിയമ നടപടിയിലേക്ക് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 6 മണിക്കായിരുന്നു എമ്പുരാൻ ആദ്യമായി ഷോ റിലീസ് ചെയ്തതിന്. ഇപ്പോൾ മണിക്കൂറുകളായിട്ടേ ഉള്ളൂ. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വ്യാജ പതിപ്പ് ഇറങ്ങി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തമിഴ് സൈറ്റുകളിലാണ് സിനിമ വ്യാജ സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ IT വിദഗ്ധൻ നിതിൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ നിതിൻ, നമ്മളൊക്കെ മലയാളികൾ, ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ, മലയാളികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു എമ്പുരാൻ. ഇപ്പോൾ ഇതാ സിനിമ ഇറങ്ങി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ തമിഴ് സൈറ്റുകളിൽ അതിന്റെ വ്യാജ പതിപ്പ് വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് ശരിക്കും നമുക്കൊക്കെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സിനിമ ഇറങ്ങി, അത് മലയാളത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മൂവി, അത് ഇറങ്ങിയ ഉടനെ തന്നെ നെറ്റിൽ വരിക. ഒരു സിനിമയെ നശിപ്പിക്കാൻ ഇത്രയും മോശമായിട്ട് ചെയ്യുന്നത് വളരെ
എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ശ്രീനിധിൻ, ഇത് ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതൊരു സിനിമ ഇറങ്ങുമ്പോഴും അതിന്റെ മണിക്കൂറുകൾ കൊണ്ട് അത് ഇത്തരത്തിൽ വ്യാജ സൈറ്റുകളിൽ അതിന്റെ വ്യാജ പതിപ്പ് ഇറങ്ങുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഒരു പക്ഷേ എമ്പുരാനും ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന്. അത് തന്നെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സിനിമകളെ മൂടോടെ നശിപ്പിക്കുക എന്ന പ്രവണത തന്നെയാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഏത് തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും? താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ? ഇത് ഇപ്പൊ സൈബർ സെല്ലാണ് ഇതിൽ ഇടപെടേണ്ടതും പെട്ടെന്ന് തന്നെ ഈ സൈറ്റുകളുടെ എല്ലാ സൈറ്റുകളും ഇതിലേറ്റവും ഇപ്പൊ എല്ലാവരും ടെലിഗ്രാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ബട്ട് ടെലിഗ്രാമിലോട്ട് കൊണ്ടുവരുന്ന വെബ്സൈറ്റ് വഴിയാണ്. ആ വെബ്സൈറ്റുകളാണ് ആദ്യം ബ്ലോക്ക് ചെയ്യേണ്ടത്. എല്ലാവരും ചില്ലകളാണ് നശിപ്പിക്കുന്നത്, വേറെ അവിടെ തന്നെയുണ്ട്. സോ വി ഹാവ് ടു കട്ട് ദ റൂട്ട്സ്. അല്ലാതെ ചുമ്മാ ഈ ടെലിഗ്രാം കുറെ ബ്ലോക്ക് ചെയ്തു മാത്രമാണ് വരുന്നത്. ശ്രീനിധിൻ, ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഇതിന്റെ സാങ്കേതികത എങ്ങനെയാണ് ഈ സിനിമകളൊക്കെ ഇങ്ങനെ സിനിമകളുടെയൊക്കെ വ്യാജ പതിപ്പ് ഇറങ്ങുന്നത്? താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുമോ? വ്യക്തമായി പറയാൻ സാധിക്കില്ല. എന്നാലും അത് പുറത്തുനിന്നാണ് ഇത് മുഴുവൻ വന്നിരിക്കുന്നത്. പ്രിന്റുകൾ ഇപ്പോൾ തന്നെ വ്യാപിച്ചു തുടങ്ങുകയും ചെയ്തു. നമുക്ക് എങ്ങനെ അത് തടയാൻ സാധിക്കും? റിമൂവ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിലെ പ്രൊഡ്യൂസേഴ്സ് ആണ് അത് കംപ്ലൈന്റ് ചെയ്യേണ്ടത്. അവർ മുഖേനയാണ് ഇത് മുഴുവൻ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്തരത്തിലൊരു പരാതി വന്നു കഴിഞ്ഞാൽ ആ സൈറ്റുകളിൽ നിന്ന് അത് റിമൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ? സാധിക്കും. ശരി, വളരെ നന്ദി ശ്രീനിധിൻ, ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും മണിക്കൂറുകൾ കൊണ്ട് തന്നെ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ ചിത്രം എമ്പുരാന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവിധ വെബ്സൈറ്റുകളിലും ചില ടെലഗ്രാമുകളിലുമാണ് ഇത്തരത്തിലുള്ള ഈ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സിനിമകളെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ എന്തായാലും അതിന് നിയമ നടപടിയുമായി എമ്പുരാന്റെ സംഘം ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.